എഴുത്തുകാരൻ എസ് മോഹൻ എഴുതിയ സഹചരപ്പൂക്കൾ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. റിസോർട്ട് ജീവിതത്തിലെ മറക്കാനാകാത്ത സംഭവങ്ങൾ പ്രണയത്തിൽ ചാലിച്ചെഴുതിയ പുസ്തകമാണ് സഹചരപ്പൂക്കൾ. പുസ്തകത്തിന്റെ പ്രകാശനം ജനം TV MD ചെങ്കൽ രാജശേഖരൻ നിർവഹിച്ചു. റിസോർട്ട് ജീവിതത്തിനിടയിലുണ്ടായ അനുഭവങ്ങളെ പ്രണയത്തിൽ പകർത്തിയെഴുതുകയാണ് എസ് മോഹൻ സഹചരപ്പൂക്കൾ എന്ന പുസ്തകത്തിലൂടെ. പുസ്തകത്തിന്റെ പ്രകാശനം ജനം TV MD ചെങ്കൽ രാജശേഖരൻ നിർവഹിച്ചു. ഏതു മേഖലയിലായാലും ജീവിത വിജയത്തിനായി ഓരോരുത്തരുടെയും കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും അതായിട്ടുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകൾ നമ്മൾ വെളിയിൽ എടുക്കണം, അതിനുള്ള സാഹചര്യം വരണം. നമ്മളെപ്പോഴും വേറൊരാളിനെ കണ്ടിട്ടാണ് നമ്മൾ മാറുന്നത്, അതേപോലെ ആവണം. അങ്ങനെ ഒരു മാറിയിട്ട് നമ്മളെ പോലെ നമ്മളിൽ ഉള്ളിൽ എന്തുണ്ട് അത് നമ്മൾ വെളിയിലെടുക്കുക, അതിനെ സക്സസ് ആക്കുക. അതാണ് ജീവിതം. ഞാനും ഒരിക്കലും ഹോട്ടൽ ജീവിതത്തിൽ ഞാൻ പോയി ബോംബെയിൽ തൊഴിലോടി പോയി ഹോട്ടൽ പണി ചെയ്ത് അത് പഠിച്ച് നാളെ നാട്ടിലൊന്നൊരു ഹോട്ടൽ ഉണ്ടാവണം ഒന്നും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ നമ്മളെ കഴിവ് എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മളൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കുറേ എഴുത്തുകാരും ബുദ്ധിജീവികളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ രണ്ടുകൂടി പറഞ്ഞു, നിങ്ങളുടെ ബ്രദറിലാണല്ലോ മോഹൻ, അദ്ദേഹത്തിൻ്റെ ഞാൻ ബുക്ക് വായിച്ചു. ആ ബുക്ക് ഇത്ര മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അതിനകത്ത് നമ്മൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന മാതിരിയൊക്കെ തോന്നുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്ന ആ ബുക്കിൻ്റെ ഒക്കെ വില എന്താണെന്നൊക്കെ. 2 ദശകത്തിലധികം കാലം വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിച്ചതിനിടയിലുണ്ടായ മറക്കാനാകാത്ത സംഭവങ്ങളാണ് സഹചരപ്പൂക്കളിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കുന്നതെന്ന് കഥാകൃത്ത് എസ് മോഹൻ പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ത്രെഡ് കിട്ടുമ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെയായിട്ട് കഥയായിട്ട് കൺവേർട്ട് ചെയ്യാം, എടുക്കാം എന്നൊക്കെ നോക്കി. പിന്നെ ഇതിന് ഞാൻ ഒരുപാട് പെയിൻ എടുത്തത് കാര്യം ചിലപ്പോൾ ഞാൻ കിടക്കാൻ സമയത്തായിരിക്കും നല്ലൊരു സെൻറ്റൻസ് എൻ്റെ മനസ്സിൽ ഓർമ്മ. ഇപ്പം ശിവ സാർ പറഞ്ഞ പോലെ പിന്നെ സിംഹത്തിൻ്റെ ശക്തിയും മയിലിൻ്റെ ദൈന്യതയും ചിത്രശലഭത്തിൻ്റെ ഭംഗി, ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഇരിക്കണം, കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കിട്ടണം. ഞാൻ അപ്പം തന്നെ ടവൽ എടുത്തിട്ട് ഓടി വന്ന് മൊബൈലിൽ വോയിസിൽ അത് ഇട്ട് വയ്ക്കും. കാര്യം പിന്നെ ആ വാക്ക് ചിലപ്പോൾ കിട്ടൂല, മനസ്സിലായില്ലേ? അതുകൊണ്ട് അങ്ങനെ എഴുതിയ ബുക്കുകളാണ്. ഗ്രീൻ ബുക്സ് ആണ്. ഗ്രീൻ ബുക്സ് മലയാളത്തിൽ നല്ല ബുക്കാണ്. അവർ ഇത് 2ാമത് പ്രസിദ്ധീകരിക്കും. കാര്യം എൻ്റെ ഈ സഫലമി യാത്ര എന്നുള്ള ബുക്കിന് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും നല്ല പബ്ലിസിറ്റി കിട്ടി. കോവളം ഉദയസമുദ്ര ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഉദയസമുദ്ര CEO രാജഗോപാൽ അയ്യർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിഘ്നേഷ് നായർ, ഫിനാൻസ് ഡയറക്ടർ ശിവശങ്കരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. കഥാകൃത്ത് എസ് മോഹൻ ഉദയസമുദ്ര ഹോട്ടൽ ഫിനാൻസ് വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ജനം, തിരുവനന്തപുരം.